ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന കപ്പ് കേക്കിൻ്റെ അതേ ടേസ്റ്റിലുള്ള കപ്പ് കേക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മാവ് ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഒരരിപ്പിലേക്ക് 1.5 കപ്പ് മൈദമാവ് അളന്നെടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 1.5 കപ്പ് മൈദമാവാണ് എടുത്തത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ കേക്കിൽ ബേക്കിംഗ് സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് വയ്ക്കാം. ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരും. മാവ് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലായാലും മതി. സൺഫ്ലവർ ഓയിലാണെങ്കിലും 1/4 കപ്പ് ചേർക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലൊഴിച്ച ബട്ടർ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ലോ സ്പീഡിലിട്ട് ചെറുതായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവിട്ട് ഫോൾഡ് ചെയ്യാം. അരിച്ച് വെച്ച മാവ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്കിൽ പാല് ചേർക്കുന്നില്ല. പാല് ചേർക്കുകയാണെങ്കിൽ കേക്ക് പെട്ടെന്ന് കേടായി പോവും. കുറച്ച് ദിവസം സൂക്ഷിക്കാനുള്ള കേക്കാണെങ്കിൽ അതിൽ പാല് ചേർക്കരുത്. പിന്നെ പാല് ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. മാവ് മുഴുവനിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവനിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് ഒരു 2-3 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കണം, കൂടിപ്പോകരുത്. നമ്മൾ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പൈനാപ്പിൾ എസൻസും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു കപ്പ് കേക്കിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ഈ കേക്കിനും. വാനില കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും കൂടെ ഒന്ന് ചേർത്ത് നോക്കണം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള കപ്പ് കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പേപ്പർ കപ്പ് വെച്ച് കൊടുക്കാം. കപ്പ് കേക്കിൻ്റെ ട്രേ ആയതുകൊണ്ട് അതിലേക്ക് ഒരു പേപ്പർ കപ്പേ വയ്ക്കുന്നുള്ളൂ. അല്ലാതെ ഒരു അലുമിനിയം അടപ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് ബേക്ക് ചെയ്യുവാണെങ്കിൽ 2 പേപ്പർ കപ്പ് വെച്ചിട്ട് വേണം മാവൊഴിക്കാൻ. ഈ ട്രേ ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു അലുമിനിയം അടപ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഈ ഒരു കട്ടിയിൽ വേണം കിട്ടാനായിട്ട്. പേപ്പർ കപ്പിൻ്റെ ഒരു പകുതി അളവിൽ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം. നിറഞ്ഞു പോകരുത്, പകുതി മാത്രം ഒഴിച്ചാൽ മതി. എല്ലാ കപ്പിലും ഒരേ അളവിൽ തന്നെ ഒഴിക്കണം. എന്നാലേ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ കാണാനായിട്ട് എല്ലാം ഒരുപോലെ ഇരിക്കുകയുള്ളൂ. എല്ലാത്തിലും മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കേക്കിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്, കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ടത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ OTG പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതേ ഉള്ളൂ. അതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഒരു 20 മിനിറ്റ് 25 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. 20 മിനിറ്റ് ആയപ്പോൾ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ താഴത്തെ കമ്പി മാത്രം ചൂടാവുന്ന മോഡും വെച്ചിട്ടുണ്ട്. താഴത്തെ കമ്പി മാത്രം ചൂടാവുന്ന മോഡ് വെച്ചാൽ മതി. മുകൾ ഭാഗം കൂടി ചൂടാവുകയാണെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം അങ്ങ് ഡ്രൈ ആയി പോകും. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല പോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ട്രേ ഒന്ന് തണുത്ത ശേഷം കേക്ക് എടുക്കാം. ഇതാ കേക്ക് നല്ല പോലെ പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ലെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് ഒരു പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് കേക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബട്ടർ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.